ബിഗ് ബോസ് മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഴ്ചയിലെയും വീക്കെൻഡ് എപ്പിസോഡ് വളരെയധികം സമ്മർദ്ദം നിറഞ്ഞതാണ്. അന്നാണ് ലാലേട്ടൻ വരുന്നതും മത്സരാർത്ഥികളോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും അവരെ എവിക്റ്റഡ് ആക്കേണ്ടവരെ എവിക്റ്റഡ് ആക്കുകയും ഒക്കെ ചെയ്യും. മിക്ക മത്സരാർത്ഥികളും തന്നെ അവർ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് കരയുകയൊക്കെ ചെയ്യും, എനിക്ക് ഇവിടെ നിന്നും അങ്ങ് പോയാൽ മതി. എന്നാൽ പോലും എല്ലാ മത്സരാർത്ഥികൾക്കും ഒന്നുകൂടി ബിഗ് ബോസിൽ നിൽക്കണം. കാരണം ഏതൊരാളിൻ്റെയും ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ബിഗ് ബോസിൽ എത്തുക എന്നുള്ളത്. ബിഗ് ബോസിൽ എത്തിയാൽ തന്നെ അവർ ഫെയിം ആകും, അവർക്ക് സിനിമകൾ കിട്ടും, ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കൊരു കാരണം പല ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും, അവരുടെ തലയിലെടുത്ത് തന്നെ മാറുന്നു എന്നാണ് ബിഗ് ബോസിൽ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇങ്ങനെ രണ്ടുപേര് എവിക്റ്റഡ് ആയിരിക്കുന്നത്. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ബിഗ് ബോസിൽ നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇതിൽ എവിക്ഷൻ നടക്കുന്നത്. അതിലാരും വിഷമിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിൽ പുറത്തു പോകുവാൻ അർഹതയുള്ള പലരും അകത്ത് നിൽക്കുന്നല്ലോ. അകത്ത് നിൽക്കുവാൻ കഴിവുള്ള ആളുകൾ, മികച്ച കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഗെയിം ഒക്കെ നന്നായിട്ട് കളിക്കുന്ന ആളുകളാണ് പലപ്പോഴും പുറത്തു പോകുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് ലാലേട്ടനും തന്നെ അത് പറയുന്നുണ്ട്. എന്തു ചെയ്യാം, ലാലേട്ടന് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള പല കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള 2 കണ്ടസ്റ്റൻസാണ് ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റഡായത്. അത് ഒന്ന് ജിഷിനും പിന്നെ അഭിലാഷുമായിരുന്നു. അഭിലാഷ് ആദ്യം മുതലേ തന്നെ ബിഗ് ബോസിലുണ്ട്. എന്നാൽ ജിഷിൻ വന്നിട്ട് ജിഷിൻ 5ാം ആഴ്ചയിലാണ് വന്നത്. പെട്ടെന്ന് തന്നെ ജിഷിൻ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എവിക്റ്റഡായി. ജിഷിൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ലാലേട്ടിന് തന്നെ വലിയ വിഷമമായിരുന്നു. അതുപോലെ തന്നെയാണ് അഭിലാഷും. 2 പേരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യം ജിഷിനെ എവിക്റ്റഡ് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു, ഇനി ഈ ആഴ്ച എവിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് പുതിയൊരു ടാസ്ക് കൊണ്ടുവന്ന് അതിൽ നിന്നും അഭിലാഷ് എവിക്റ്റഡ് ആകുന്നത്. സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചത് ഒന്നായിരുന്നില്ല അത്. അഭിലാഷ് അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം കൂടി അഭിലാഷും ജിഷിനും കൂടി കോംബോ ആയിക്കൊണ്ട് പല വേലകളുമൊക്കെ ബിഗ് ബോസിൽ സ്ട്രാറ്റജിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവരൊരിക്കലും ഇവിടുന്ന് പോകും എന്നൊരു ടെൻഷനൊന്നും അവർക്കില്ലായിരുന്നു. അവരെക്കാൾ യോഗ്യതയില്ലാത്ത പലരും ഉണ്ടല്ലോ, അവർ പോകും എന്നാണ് ചിന്തിച്ചത്. കൂടുതൽ ആളുകളും എടുത്തിടുന്നതാണ് ലക്ഷ്മി, അതുപോലെ തന്നെ സാബുമാൻ, ഇവരൊക്കെ പോകുവാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ അവരെ എന്തുകൊണ്ടും ഈ ബിഗ് ബോസിന് അനുയോജ്യരല്ല എന്നാണ് ഇവരുടെ തീരുമാനം. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ അഭിലാഷ് എവിക്റ്റഡ് ആകുന്നത്.